ഞാനിത് എൻ്റെ ഒരു പഴയ വീടായിരുന്നു. അപ്പോൾ പഴയ വീട് ആ കൊറോണ സമയത്ത് പൊളിച്ച് പണിയാൻ പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ അപ്പം മുതൽ ഹോം തിയേറ്റർ ചെയ്യാനുള്ള ആൾക്കാരെ നോക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട്. അപ്പോൾ എനിക്കിവിടെ പലരെയും അറിയാം. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ അതനുസരിച്ച് പലയിടത്തും എൻക്വയറി ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ SHൻ്റെയും യൂട്യൂബ് വീഡിയോസ് കണ്ടു. ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല, നേരെ അവിടെ ചെന്ന് അവരുടെ ഡെമോ റൂം കണ്ടു. വളരെ അടിപൊളിയായിരുന്നു. ഞാനത് കണ്ടത് ഭയങ്കര ഓവർക്കില്ലായിരുന്നു കേട്ടോ. എനിക്ക് അത്രയും വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. അവിടെ ക്രിക്സിൻ്റെ ഒരു MX40 ഉണ്ടായിരുന്നു. എൻ്റെ സൗണ്ടും അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറയാൻ കാര്യം, ഞാൻ ക്ലിപ്സ് കേട്ടിട്ടുണ്ട്, ഇലാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, OnQ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്പീക്കേഴ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ക്രിക്സിൻ്റെ സൗണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ ടയർനെസ് ഫീൽ ചെയ്യണ്ടായിരുന്നില്ല, അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു ഓഡിയോ റൂം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഓഡിയോ റൂം ഞാൻ ഇന്നേ വരെ കേട്ടതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓഡിയോ റൂം അവരുടെ അതായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് കാര്യമായിട്ട് എന്തോ അറിയാം, അവർ പ്രൊഫഷണലാണ്. ഞാനൊരു മൈക്കിൾ ജാക്സന്റെ പാട്ട് അവിടെ കേട്ടു, മെമ്മറബിളാണ്, ഞാനത് മറക്കൂല. അന്ന് ഞാൻ തീരുമാനിച്ച്, ഞാൻ രാഹുലിനെയും SHനെയും ഇത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. ഞാൻ കണ്ണ് തള്ളിപ്പോയെന്ന് വെച്ചാൽ രാഹുൽ തന്ന കോട്ട് ഒരിക്കലും വേറെ ആർക്കും തരാൻ പറ്റൂലാത്ത രീതിയിലാണ് അവർ കോട്ട് ചെയ്തത്. ഇപ്പോൾ പ്രൈസ് വൈസ് ഞാൻ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ, പ്രൈസ് വൈസും ക്വാളിറ്റി വൈസും ഇവർ വളരെ അടിപൊളിയാണ്. ഹോം തിയേറ്റർ ചെയ്ത് ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഒരു അങ്കിളുടെ വീട്ടിലും ആലുവയിൽ ഒരു ഹോം തിയേറ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് അവർ ചെയ്തതനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ സ്ക്രീനിൻ്റെ താഴെയാണ് AV റാക്കെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ലൈറ്റും അതും ഇതെല്ലാം നമുക്കൊരു ഒബ്സ്ട്രക്ഷനായിട്ട് വരും. ഡിസ്പ്ലേയും അതും ഇതെല്ലാം നമ്മുടെ ആ എക്സ്പീരിയൻസിനെ ഹിൻഡർ ചെയ്യും. അപ്പോൾ വീട് പണിയണ സമയത്ത് ഇങ്ങനെ ഒരു ബങ്കർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ, ഒരു മാൻ കേവ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വന്നപ്പോൾ ഞാനത് അങ്ങനെ വാർത്തെടുത്തു. അപ്പം എക്യുപ്മെൻറ്റ് AV റാക്കും ഇലക്ട്രോണിക് സാധനങ്ങൾ ഫുള്ള് ഇപ്പോൾ ആ റൂമിലാണ് ടെർമിനേറ്റ് ചെയ്തേക്കുന്നത്. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. സെൻട്രലൈസ്ഡ് ആയിട്ട് പവർ സപ്ലൈ കൊടുക്കാം, UPS എല്ലാത്തിനും കൂടി ഒരുമിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ എക്യുപ്മെൻ്റ് ഫാനിൻ്റെ സൗണ്ട്, ലൈറ്റ് അത് ഇതെല്ലാം സത്യം പറഞ്ഞാൽ നെഗറ്റ് ചെയ്ത് പോകും. ഇവിടെ വന്നിരുന്ന് ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഇൻവോൾവ് ആയിട്ട് ഫിലിം കാണുകയും ചെയ്യും. പക്ഷെ ഇവർക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കണ എന്താണെന്ന് ആർക്കും ഒന്നും അറിയില്ല. ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞൊരു ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹൈറ്റ് കൂടിയത് ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും റൈസർ ഹൈറ്റ് വരുമ്പം 2 സീറ്റ് റോയിൽ നമ്മുടെ ഇയർ ലെവലിലെ സ്പീക്കേഴ്സ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ എക്സ്പീരിയൻസ് നല്ലതായിരിക്കില്ല. പിന്നീട് രാഹുൽ വന്നു, അവർ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പം രാഹുൽ ഒരു സൊല്യൂഷൻ തന്ന്, ഇവിടെ റൈസർ ഞങ്ങൾ ഒരു ഫസ്റ്റ് ലെവലിൽ റൈസർ ഹൈറ്റ് കൂട്ടി. അത് എനിക്കും അക്സെപ്റ്റബിൾ. അപ്പം ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് ഞങ്ങൾ കവർ ചെയ്ത് കളഞ്ഞ് റൈസർ ബിൽഡ് ചെയ്തു. അതിനുശേഷം ഉള്ളിലുള്ള വിട്ട് മിനിമം പോണ രീതിയിലാക്കി. അപ്പം ഇൻവോൾവ് സ്പീക്കേഴ്സ് തീരുമാനിച്ചു. അങ്ങനെ രാഹുൽ പറഞ്ഞു, ഈ ക്രിക്സ് നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ MX5 കൺഫേം ചെയ്തു. MX10 ഒന്നും ആവശ്യം വരുന്നില്ല. എന്നുവെച്ചാൽ MX5 തന്നെ മോർ ദാൻ ഇനഫ് ആയിട്ടുണ്ട്. വോളിയം അത്രയും ഒരുപാട് കൂട്ടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും യൂണിഫോംലി ബേസ് റെസ്പോൺസും എല്ലാം വരുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് MX5 സ്പീക്കേഴ്സാണ് ഉള്ളത്. MX5 ഇപ്പോൾ ഫുൾ ക്രിക്സായി. സറൗണ്ട് എല്ലാം ക്രിക്സിൻ്റെ IW സീരീസിലുള്ളതും അറ്റ്മോസ്ഫിയറിക് സ്പീക്കേഴ്സും അറ്റ്മോസും വെച്ചിട്ടുണ്ടായിരുന്നു. അത് വച്ച് കേട്ട് കഴിഞ്ഞപ്പം ഇവർ ഈ റൂം അക്കോസ്റ്റിക്സ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസർ അടിപൊളിയായി, കാർപ്പറ്റ്സ് അടിപൊളിയായി, ഇത് ചെയ്തേക്കണതും ഒന്നും പറയാനില്ല, നല്ല രസമായിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോകണമായിരിക്കും നല്ലത്. പ്രൊജക്ടർ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് 4K സോണിയുടെ നേറ്റീവ് 4K പ്രൊജക്ടറാണ്. EW5000DS എന്ന് പറഞ്ഞാൽ നല്ല കോൺട്രാസ്റ്റും ഉണ്ട്, ഡാർക്സ് വളരെ അടിപൊളിയാണ്. പിന്നെ ഈ ലൈറ്റിൻ്റെ അക്കോസ്റ്റിക്കലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള 150 ഇഞ്ചിൻ്റെ പ്രൊജക്ടർ സ്ക്രീനാണ് മനസ്സിലായി. ഇത് മണിക്കൂറുകൾ, ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് 10 hours ഞങ്ങൾ ഫിലിം കാണുന്നുണ്ട്. ഫ്രണ്ട്സ് വരും, ഞാനും ഇരുന്നാണ്. രാത്രിയാണെങ്കിലും ചില സമയത്ത് ഇവിടെ തന്നെ ഉറങ്ങണത്. നല്ല രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എന്തായാലും ഒരു വർത്തായി, കാശ് സ്പെൻഡ് ചെയ്തത് മുതലായി എന്ന് പറയാം.